ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ ചെമ്മീൻ ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിനു വേണ്ടി ചെമ്മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം 1/2 കിലോ ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മസാല പിടിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. പിന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കുന്നതിന് വേണ്ടി 3 വലിയ സവാള എരിഞ്ഞതും 2 തക്കാളി, 10 വലിയ വെളുത്തുള്ളി, 10 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ സവാള കനം കുറച്ചരിഞ്ഞതും കുറച്ച് കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 3 ഗ്ലാസ് ജീരകശാല റൈസ് നല്ലപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ പോകുന്നതിന് വേണ്ടി ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണിത്. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചൂടായ പാത്രത്തിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ വെജിറ്റബിൾ ഓയിലിന് പകരമായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാവും. സവാള ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും ഒരു 5 ഏലക്കയും ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അരി ഇതുപോലെ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഫ്രൈ ചെയ്യാതെയും നെയ്ച്ചോറ് ഉണ്ടാക്കാവുന്നതാണ്. അരി വേവിക്കുന്നതിന് വേണ്ടി ഞാനൊരു 4.5 ഗ്ലാസ് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന കണക്കിനാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഞാനതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം ഇപ്പോൾ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചൂടായ പാത്രത്തിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഒരുപാടങ്ങ് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇതിപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയം ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു വലിയ പിടി മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതും 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയൊക്കെ നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടുപ്പത്ത് നിന്നും മാറ്റി വെക്കാം.
അപ്പോൾ ഇനി ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് 2 ലെയറായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് പകുതി മസാല ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മസാല പാത്രത്തിലേക്ക് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പകുതി നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയില വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായി ബാക്കിയുള്ള മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയുടെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗരം മസാലപ്പൊടിയും മല്ലിയിലയും കുറച്ച് നെയ്യും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഫോയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ബിരിയാണി ഇവിടെ നല്ലപോലെ ദമ്മായി വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.